നമസ്കാരം. ആദ്യം തന്നെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും പുതുവത്സരാശംസകൾ നേരുന്നു. പുത്തൻ കാഴ്ചകളിലേക്കും പുതിയ വിശേഷങ്ങളിലേക്കുമാണ് എല്ലാ തവണയും കലൈഡോസ്കോപ്പ് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാറ്. ഇത്തവണയും അത്തരം ചില കാഴ്ചകൾ ഒപ്പം കൂട്ടിയിട്ടുണ്ട്. എല്ലാ പ്രിയ പ്രേക്ഷകരെയും കലൈഡോസ്കോപ്പിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ചിന്നമ്മ മുത്തശ്ശിയുടെ വിശേഷമാണ് ഇനി. 117 വയസ്സുണ്ട് തിരിച്ചറിയൽ കാർഡ് പ്രകാരം ഈ മുത്തശ്ശിക്ക്. എങ്കിലും ഈ പ്രായത്തിലും മുത്തശ്ശി നല്ല ഊർജ്ജസ്വലയാണ്. എന്നും രാവിലെ വീട്ടിൽ നിന്നും എഴുന്നേറ്റ് 6 കിലോമീറ്റർ നടന്ന് റാന്നി കവലയിലെത്തും മുത്തശ്ശി. പിന്നെ അവിടുത്തെ ചായക്കടയിൽ കയറി ഒരു പൊറോട്ടയും ഒരു ചായയും കഴിക്കും. കുറേ കാലമായിട്ട് ഇതാണ് നമ്മുടെ മുത്തശ്ശിയുടെ ദിനചര്യ. കണക്ക് പ്രകാരം 117 വയസ്സാണെങ്കിലും നാട്ടുകാരും വീട്ടുകാരും ഒക്കെ പറയുന്നത് അതിലും കൂടുതലുണ്ടെന്നാണ്. ഗിന്നസ് ബുക്കുകാർ തേടി വരാത്തതുകൊണ്ട് അതും അറിയില്ല. ഏതായാലും ചിന്നമ്മ മുത്തശ്ശിയുടെ രാവിലത്തെ നടത്ത കാഴ്ചകളിലേക്ക്. ലോകമറിയാതെ ഒരു ലോകമുത്തശ്ശി ഇങ്ങ് കൊച്ചു കേരളത്തിലുണ്ട്. കണക്കുകൾ പ്രകാരം പ്രായം 17. വെറും മധുര 17 എന്ന് ആശ്ചര്യപ്പെടുന്നതിന് മുമ്പ് തന്നെ പറയാം, മുത്തശ്ശിക്ക് പ്രായം 117 വോട്ടർ പട്ടികയിലാണ് മുത്തശ്ശിയുടെ പ്രായം 117 എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ അതല്ല ഒറിജിനൽ പ്രായമെന്ന് മക്കളും ബന്ധുക്കളും ഉറപ്പിച്ചു പറയുന്നു. പ്രായത്തിൽ മുത്തശ്ശി സെഞ്ചുറി പിന്നിട്ടിട്ട് 30 ആണ്ടെങ്കിലും ആയിട്ടുണ്ടാകുമെന്നാണ് ഇവരുടെ പക്ഷം. വർഷം മുമ്പാണ് പത്തനംതിട്ട റാന്നിക്ക് സമീപം 4 സെന്റ് കോളനിയിൽ ഭർത്താവിനും മക്കൾക്കുമൊപ്പം ചിന്നമ്മ മുത്തശ്ശി താമസത്തിനെത്തുന്നത്. 9 മക്കളാണ് മുത്തശ്ശിക്ക്. പടർന്നു പന്തലിച്ച കുടുംബവൃക്ഷത്തിൽ ഇപ്പോൾ 150ഓളം അംഗങ്ങൾ. മൂത്ത മകൾക്ക് പ്രായം ഇപ്പോൾ 100 വയസ്സ് പിന്നിട്ടിരിക്കുന്നു. എൻ്റെ വയസ്സ് 130 വയസ്സ്. 130 മക്കളാ? മക്കള് 9. 9 ജീവനോടെ. വീട് തിരിച്ചു പോയിട്ട് 10-50 കൊല്ലായി. അവിടെ ഇല്ല. ഇപ്പം ഈ നാടാ ഞങ്ങൾക്ക്. ഈ നാടാ. മക്കൾ അവിടെയുണ്ട്, ഇവിടെയുണ്ട്, എല്ലായിടത്തും മക്കളുണ്ട്. പിന്നെ ഇവിടെ ഉണ്ട് കൊടകര മക്കളുണ്ട്, ഒല്ലൂരുണ്ട്. അവിടെയൊക്കെ മക്കൾ നോക്കുന്നിടത്തെല്ലാം മക്കളുണ്ട്. കാലം മാറിയാലും ശീലങ്ങൾക്കൊന്നും യാതൊരു മാറ്റവും വരുത്താൻ ചിന്നമ്മ മുത്തശ്ശി തയ്യാറല്ല. ഇപ്പോഴും ഒരു നടത്തമുണ്ട്. റാന്നിക്ക് സമീപമുള്ള മന്ദിരത്തിലേക്ക്. ഈ 6 കിലോമീറ്റർ ദൂരത്തേക്കുള്ള പ്രതിദിന നടപ്പാണ് ചിന്നമ്മ മുത്തശ്ശിയുടെ എക്സസൈസ്. ചിന്നമ്മ മുത്തശ്ശിയുടെ പകുതി പ്രായത്തിലുള്ളവർ പോലും രോഗങ്ങളുടെ അമിതഭാരം പേറി ഒരിടത്ത് അടങ്ങിക്കൂടുമ്പോൾ രോഗങ്ങൾക്കൊന്നും പിടികൊടുക്കാതെ ഈ പ്രായത്തിലും ചിന്നമ്മുവിന്റെ നടപ്പ് കാഴ്ചക്കാർക്ക് തന്നെ അത്ഭുതമുണ്ടാക്കുന്നു. നടപ്പിനൊപ്പം ഒരു ശീലം കൂടിയുണ്ട് ചിന്നമ്മുവിന്. ഒരു പൊറോട്ടയും ചായയും. റാന്നി കവലയിലെ ചായക്കടയിൽ കയറി സ്ഥിരമായി ഒരു ചായയും ഒരു പൊറോട്ടയും കഴിക്കുക എന്നത് ചിന്നമ്മു അമ്മൂമ്മയ്ക്ക് നിർബന്ധമാണ്. 7 വയസ്സായില്ല, 6 വയസ്സായുള്ള എനിക്ക് എൻ്റെ അമ്മയുടെ കല്യാണം കഴിഞ്ഞപ്പോൾ കോഴഞ്ചേരി അതൊക്കെ എനിക്കറിയാം. ഇപ്പോഴേ കോഴഞ്ചേരി പോയ തന്നെ വലിയ കാര്യമാവര്. മക്കളും കൊച്ചുമക്കളുമായി ചുറ്റും നിരവധി പേരുണ്ടെങ്കിലും ചിന്നമ്മുവിന് അവരെയൊന്നും അത്ര വിശ്വാസമില്ല. എങ്കിലും ഇളയ മകന്റെ മകനോടാണ് അല്പമെങ്കിലും വിശ്വാസം. ഈ 6 കിലോമീറ്റർ യാത്രക്കിടയിൽ ആരെങ്കിലും എന്തെങ്കിലും നൽകി സഹായിച്ചാൽ, പണമായോ മറ്റോ എന്തെങ്കിലും കയ്യിൽ കിട്ടിയാൽ ഈ കൊച്ചുമകനെ ഏൽപ്പിക്കും മുത്തശ്ശി. 4 തലമുറയെ കണ്ണിറച്ച് കണ്ട മുത്തശ്ശിക്ക് ഇപ്പോൾ ഓർമ്മക്കുറവിന്റെ തെല്ല് വൈഷമ്യതകളൊക്കെ ഉണ്ട്. എങ്കിലും നമുക്കൊന്നും എത്തിപ്പിടിക്കാനോ ചിന്തിക്കാനോ ആകാത്ത ഈ പ്രായത്തിലും ചിന്നമ്മ മുത്തശ്ശി ഉഷാറിലാണ്. ചിലപ്പോൾ ഒരു ലോകമുത്തശ്ശിപ്പട്ടം തന്നെ കാത്തിരിക്കുന്നുവെന്ന പ്രതീക്ഷയിൽ.